കോച്ച്, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്തോനേഷ്യൻ ഫുട്ബോൾ ടീം സൗദിയെ പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ തോൽപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ അവർ ഇന്ത്യയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും ഒരുപാട് മുകളിലൊന്നും അല്ലാത്തൊരു ടീമാണ്. അപ്പോൾ ഇങ്ങനത്തെ വലിയ മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ. എന്തായിരിക്കും അങ്ങനെയുള്ളൊരു മാജിക്കൽ ട്വിസ്റ്റിനുള്ള ഒരു കാരണം? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ അതിനൊരു ഒറ്റ ലൈനിൽ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മാജിക് എന്നൊക്കെ വിളിക്കാം. ഒറ്റ ലൈനിലാണോ ഇന്തോനേഷ്യ സൗദിയെ തോൽപ്പിച്ചു. അതെ, അർജന്റീനയെ തോൽപ്പിച്ച സൗദിയെ ഇന്തോനേഷ്യ തോൽപ്പിച്ചു. ഭയങ്കര ഹെഡ്ലൈനാണത്. പക്ഷെ ഞാൻ ആ കളി കണ്ടിരുന്നു. അതിന് മുന്നേ ഓസ്ട്രേലിയനെ ഡ്രോ പിടിച്ച കളി കണ്ടിരുന്നു. വളരെ സിമ്പിൾ പ്രോസസ് അല്ലേ. പ്ലേയേഴ്സിന്റെ നിലവാരം മാറി. അത് എങ്ങനെയാണ് മാറിയത്? ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പാസ്പോർട്ട്, അതായത് വിദേശത്തെ ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ പാസ്പോർട്ട് കൊടുത്ത് ഇന്തോനേഷ്യക്കാരാക്കി. അപ്പോൾ അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റിയാണ് അവിടെ മാറിയത്. അവിടെ ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ ലീഗുകളോ ഒന്നും അല്ല മാറിയത്. അവിടെ പ്ലേയേഴ്സിൻ്റെ നിലവാരം കൂടി. ലോക നിലവാരത്തിൽ കളിക്കുന്ന ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് വന്ന് ഇന്തോനേഷ്യ കളിച്ചപ്പോൾ അവർ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ചെയ്ത് സൗദിയെ തോൽപ്പിച്ചു. ഭയങ്കര മാജിക്കല്ലേ അത്. അതിൻ്റെ യാഥാർത്ഥ്യമാണത്. അപ്പോൾ പ്ലേയേഴ്സ് ഡെവലപ്പ് ചെയ്യാതെ നമുക്ക് ഒരു മാജിക്കും ഇല്ല. അപ്പം ഇതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകാല താരങ്ങളൊക്കെ പറയുന്നുണ്ട്, പണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് ഫുട്ബോൾ കളിച്ചിരുന്നു. എൻ്റെ ചോദ്യം, പണ്ട് ഇവർ എവിടെയാണ് കളിച്ചിട്ടുള്ളത്? ഈ ഫെഡറേഷൻ കപ്പും അല്ലെങ്കിൽ സന്തോഷ് ട്രോഫിയും അല്ലെങ്കിൽ സിസേഴ്സ് കപ്പ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് നമ്മുടെ പണ്ടത്തെ താരങ്ങളെ ഇൻ്റർനാഷണൽ വേദിയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്? ഇപ്പം നമ്മൾക്ക് വന്ന സമയത്ത് 5 ഗോളിനും 6 ഗോളിനും UAE തോറ്റിരുന്ന ഇന്ത്യ ഇന്ന് ടൈറ്റ് ഫൈറ്റ് വന്നു. ഇന്ത്യയെ റെസ്പെക്റ്റ് ചെയ്തു തുടങ്ങി ഏഷ്യൻ രാജ്യം. അപ്പോൾ ഇന്ത്യയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യ 100 പിന്നെ 30 കിലോമീറ്റർ സ്പീഡിൽ മാറുമ്പോൾ 80-100 കൊറിയൻ ടോപ്പ് ക്ലാസ് ഏഷ്യൻ രാജ്യങ്ങൾ മാറുന്നത്. നമ്മൾ വാക്ക് ചെയ്യുമ്പോൾ ഒരു സ്പ്രിന്റ് ചെയ്യാണ്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ നമ്മൾ പണ്ട് ഞങ്ങൾ കളിച്ചിരുന്നു, പണ്ട് ടൂർണമെന്റ് ഉണ്ടായിരുന്നു പറഞ്ഞ ഒരു കാര്യമില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നമ്മളിപ്പോഴത്തെ സാഹചര്യങ്ങൾ, ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ദുബായിൽ തന്നെ വന്നിട്ട് നല്ലൊരു ഫേമസ് ആയിട്ടുള്ള വിജയേട്ടൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസ് നമ്മൾ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് അവർ പറയുന്നത്? നാഷണൽ ടീമിൽ മലയാളികളില്ല. എന്തുകൊണ്ട് മലയാളികളില്ല? കാരണം ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പന്ത് പ്രൊഫഷണലായി കളിക്കുന്നത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ പന്ത് കളിക്കാരാണ്. നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ആവശ്യം എന്താ? സന്തോഷ് ട്രോഫി കളിക്കണം, ജോലി കിട്ടണം. അതെ, അതിൻ്റെ അപ്പുറത്തേക്ക് പ്രൊഫഷണലായിട്ട് പന്ത് കളിക്കണം. എനിക്ക് പ്രൊഫഷണലായിട്ട് പന്ത് കളിച്ചുകൊണ്ട് എനിക്ക് ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കണം എന്ന് ആഗ്രഹം എത്ര പ്ലേയേഴ്സിനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? അപ്പോൾ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരെന്താ പറയുന്നത്? ഞങ്ങളുടെ ലൈഫിനെ ഞങ്ങൾ സെക്യൂർ ആക്കണം. അപ്പോൾ വൺസ് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ സക്സസ് ആക്കണം, അതേ സമയത്ത് നിങ്ങൾ നാഷണൽ, ഇത് രണ്ട് തലത്തിലല്ലേ എടുക്കുന്നത്. കാരണം നമ്മുടെ കൾച്ചറും നമ്മുടെ സാംസ്കാരിക ലെവലും കേരളത്തിൻ്റെ കൾച്ചർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ കാഴ്ചപ്പാട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ഈ ടൂർണമെൻറ്റുകൾ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് ആ പ്രോസസ്സ് ഇല്ലാതെ നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതിൻ്റെ ഏറ്റവും ഇതിപ്പോൾ ഇന്തോനേഷ്യയെ നമ്മൾ ഒറ്റ ലൈനിൽ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. സൗദി ഇന്തോനേഷ്യ തോൽപ്പിച്ചത് ഭയങ്കര അത്ഭുതം തന്നെയല്ലേ? അപ്പോൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ പ്ലേസ് ചേഞ്ചായി. അപ്പോൾ ഒരു ടീമിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമല്ല, ആ പ്ലേസിന് കളിക്കുന്ന നിലവാരമാണ്. അപ്പോൾ പ്ലേസിന് ആ നിലവാരത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു ഏഷ്യൻ നിലവാരത്തിലെങ്കിലും എത്തിക്കാൻ ഇന്ത്യ ശ്രമിക്കണം എന്നതാണ് അതിൻ്റെ ഒരു സൊല്യൂഷനുള്ളൂ. അതിലെല്ലാ നേരത്തെ പറഞ്ഞ പോലെ കോച്ചുമാർ, കാണികൾ, കളിക്കാർ, ജേർണലിസ്റ്റുകൾ, ഇവരെല്ലാവരുടെ നിലവാരം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ അതിനൊരു മാജിക്കും ഇല്ല. അങ്ങനെ ഒരു ഓർഗാനിക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടും. നാച്ചുറലായിട്ട് ആ പ്രോസസ്സിലേക്ക് വരണം. അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി ഉണ്ടാവില്ല.